Hello my dear students, welcome to online Miss Classroom. ഓക്കെ, അപ്പോൾ നമ്മൾ 10th റിഫ്ലക്ഷനല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പോർഷനാണ്. എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്ന് എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പം മറക്കരുത്, ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കാണണം, ഫോളോ ചെയ്യണം, നോട്ട്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ പഠനമൊക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഏതുവരെയൊക്കെയാണ് പറഞ്ഞത്? എല്ലാവർക്കും ഓർമ്മയല്ലേ? അതെ, ഇനി നമുക്ക് ഈ ടേബിൾ 4.2 ഒന്ന് അനലൈസ് ചെയ്യണം അല്ലേ? ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണ് മിറേഴ്സ് ഉള്ളത്, അവയുടെ പൊസിഷൻ, നമുക്ക് മിറേഴ്സ് ഏതൊക്കെയായിരുന്നു? പ്ലെയിന്, കോൺകേവ്, കോൺവെക്സ്, അവയുടെ പൊസിഷൻ ഏതൊക്കെയാണെന്നൊക്കെ അതൊക്കെ നിങ്ങൾ കുറച്ച് നേരത്തെ നമ്മൾ പ്ലെയിൻ്റെയും കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെതും എവിടെയൊക്കെ ഒബ്ജക്റ്റ് വയ്ക്കുക, എവിടെയൊക്കെ ഇമേജ് വയ്ക്കും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചു. അപ്പോൾ ഇനി വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്യണ്ട. എങ്കിലും ഇവിടെ സിറ്റുവേഷൻസ് മേക്കിംഗ് യൂസ് ഓഫ് ദം, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസും കൂടി ആഡ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഓരോന്നിൻ്റെയും ലൈഫ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ മിസ് ഒന്ന് പറയാം. ഓക്കെ, ഓരോ എക്സാമ്പിൾസ് പറയാം, ബാക്കി നിങ്ങൾ നോക്കണം. അപ്പം നമ്മുടെ പ്ലെയിൻ മിററാണ് ആദ്യത്തെ കേസിലെ. പ്ലെയിൻ മിററിൻ്റെ അറിയാലോ? യെസ്, ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല. എന്താണ്? ബിഹൈൻഡ് ദ മിററാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, ഡിസ്റ്റൻസ് സെയിമാണ്, വെർച്വലാണ്, ഇറക്റ്റാണ്, സെയിം സൈസാണ്. അപ്പോൾ നമ്മൾ സാധാരണ പ്ലെയിൻ മിറർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒബ്സർവിങ് ഫേസ് അല്ലേ? അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ തന്നെയാണത്. എന്ത്? ഫോർ ഒബ്സർവിങ് ഫേസ്. ഓക്കെ, നെക്സ്റ്റ് മിറർ നമുക്ക് ഇത് വരുന്നത് കോൺവെക്സ് മിറേഴ്സാണ്. കോൺവെക്സ് മിറേഴ്സിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണ്? കോൺവെക്സ് മിറേഴ്സ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഇമേജ് ഫോർമേഷൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കവിടെ കൺഫ്യൂഷനൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പം മിറേഴ്സും ലെൻസുമായിട്ട് മാറരുതേ, കോൺവെക്സ് മിറർ തന്നെയാണ്, റിഫ്ലക്ഷൻ മിറേഴ്സിലാണ് എന്നൊക്കെ ഉള്ളത് ഒരിക്കലും മറക്കരുത്. ഓക്കെ, അത് സാധാരണ നമ്മളെവിടെ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ആസ് റെയർ വ്യൂ മിറേഴ്സ് അല്ലേ? റെയർ വ്യൂ മിറേഴ്സ് ഫോർ വെഹിക്കിൾസിൽ പുറകിലുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് കൂടുതൽ അടുത്തതും മുഴുവനായിട്ടൊരു ഒബ്ജക്റ്റിൻ്റെ ഫുൾ സൈസായിട്ട് നമ്മൾ കാണണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോൺവെക്സ് മിറേഴ്സിൻ്റെ ഇനി കോൺകേവ് മിറേഴ്സിൻ്റെ 3 കേസുകളാണ്. ഓക്കെ, കോൺകേവ് മിറേഴ്സ് എങ്ങനെ കൺവേർജസ് ഡിസ്റ്റൻറ്റ് റേസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ഡിസ്റ്റൻറ്റ് ആക്സിസിനെ കൺവേർജ് ചെയ്യുന്ന സമയം. അതായത് എന്താ? ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റിനെ ലൈറ്റ് വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളെ ഫോക്കസിലൂടെ പാസ് ചെയ്യും അല്ലേ? അപ്പോൾ ഇത്തരം കേസുകളിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഈ പ്രോപ്പർട്ടി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇൻ സോളാർ ഓവൻസ് ആൻഡ് ഓൾ. ഓക്കെ, സോളാർ ഓവനുകളിൽ അല്ലേ? അത് അവിടെ എന്താ ചെയ്യുന്നത്? ലൈറ്റിനെ ഒരു പോയിൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കേവ് മിറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കത്തിക്കാനൊക്കെ പറ്റും കേട്ടോ. പഴയൊരു കഥയുണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പം ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ 3 പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. കൺവേർജസ് ഡിസ്റ്റൻറ്റ് റേസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്, ഒരു ഫോക്കസിലോട്ട് മൊത്തം റേസ് കൺവേർജ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ടു ബേൺ ഓർ ഇറ്റ് ഹാസ് ഹൈ എനർജി. ഓക്കെ, സോ വി യൂസ് ഇറ്റ് ഈസ് ഇൻ ദ സോളാർ ഓവൻസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ളതാണ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കൺവേർജ് ചെയ്യുന്നത്? ഡിസ്റ്റൻറ്റ് റേസ് അല്ലേ? ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസാണ് ഇവിടെ കൺവേർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് കേസ് നമുക്ക് ഏതാ? ഫോക്കസിലൂടെ വരുന്നത് പാരലലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആ ഒരു കേസ് ഏതാ? ഫോക്കസിലൂടെ പാസ് വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ്സ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്? പാരലലായിട്ട് അല്ലേ? റിഫ്ലക്ട്സ് ദ റേസ് കമ്മിങ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ് ആസ് പാരലൽ റേസ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ടോർച്ച് ലൈറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ലൈറ്റ് ഓഫ് കാർസ്. ഓക്കെ, ഇറ്റ് യൂസ്ഡ് ടു ഫ്രണ്ട് ലൈറ്റ് ഓഫ് കാർസ് ടു റിഫ്ലക്റ്റ് ദ ലൈറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെറൈൻ ലൈറ്റ് ഹൗസസ്. ഓക്കെ, ദാറ്റ് ആർ ഫൗണ്ട് അറ്റ് ദ മെറൈൻ പോർട്സിലൊക്കെ, അതുപോലെ തന്നെ എയർപോർട്സിലൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഷിപ്പുകളെ ഗൈഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടോർച്ച് റിഫ്ലക്റ്റിംഗ് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത്. നെക്സ്റ്റ് കേസ് നമുക്ക് ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ ഫോക്കസ്. then we know the peculiarity of
ഇറ്റ്സ് ഓക്കെ. ഇത് യൂസ് ചെയ്യുന്നത് ഷേവിങ് മിറേഴ്സ് അതുപോലെ തന്നെ ENT ഡെൻറ്റിസ്റ്റിനൊക്കെ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ദേ നീഡ് എ എൻലാർജ്ഡ് ഫിഗർ അല്ലേ? അപ്പോൾ മാത്രമേ അവർക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എൻലാർജ്ഡ് ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോപ്പർട്ടി കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഡിഫറെൻറ്റ് മിറേഴ്സ് എന്നൊക്കെ ഉള്ളതുപോലെ തന്നെ അവയുടെ റേഞ്ച് ഓഫ് വിഷനും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയും നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റേഞ്ച് ഓഫ് വിഷൻ അല്ല ഒരു ക്രോക്കുള്ളത് അല്ലേ? കാണുന്ന ആ ഏരിയ അവയുടെ 2 ഐയും 2 സൈഡിലായതുകൊണ്ട് തന്നെ അവയ്ക്ക് കൂടുതൽ റേഞ്ച് കാണാം. ഇതുപോലെ തന്നെ മിറേഴ്സിൻ്റെ കേസിലും റേഞ്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് ഡിഫറെൻ്റ് ആകുന്നതിന് എന്താണ് ഏത് തരം മിറേഴ്സിനാണ് കൂടുതൽ? അത് അവയുടെ ഫോക്കസിനെ അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ആ സ്പിയറിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് മിററാണ് ഇവിടെ വരച്ചത്. ഏതൊക്കെയാണ്? കോൺകേവ് മിറേഴ്സും കോൺവെക്സ് മിറേഴ്സും. റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ആയത് കോൺകേവ്, മറ്റേത് കോൺവെക്സ്. ഇതിൽ റേഞ്ച് കൂടുതലുള്ളത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഇപ്പോൾ എ എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച് കൂടുതൽ നിങ്ങൾ നോക്കുക. എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ്, ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ കൂടുതലായിട്ട് റേഞ്ച് ഉള്ളത് കോൺവെക്സ് മിറേഴ്സിനെയാണ്. ആ AB പോയിൻ്റ് നിങ്ങൾക്ക് ചെറുതായി കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, അത് മൈൻഡ് ചെയ്യേണ്ട. ഏറ്റവും കൂടുതൽ റേഞ്ച് കൂടുതലുള്ളത് ഏതാണെന്ന് വരുന്നത്? കോൺവെക്സ് മിറേഴ്സിനാണ് റേഞ്ച് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വെഹിക്കിൾസിൻ്റെ മിറേഴ്സിലൊക്കെ നമുക്ക് കുറച്ച് ആ ഫുൾ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഫുൾ ഒബ്ജക്റ്റിനെയാണ് നമുക്ക് കുറച്ച് അധികം പുറകിലാണെങ്കിൽ പോലും നമ്മളതിൻ്റെ നമ്മുടെ ആ വെഹിക്കിൾസിലൂടെ കാണുമ്പോൾ പുറകിലുള്ള ആ ഒരു വെഹിക്കിൾ ഏതാണ്, കാറാണോ എന്താണ് കൂടുതലുള്ളത് എന്നൊക്കെ നമ്മൾ ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ കോൺവെക്സ് മിറേഴ്സിനാണ് റേഞ്ച് കൂടുതൽ, കോൺകേവ് മിറേഴ്സിന് പൊതുവേ കമ്പാരിറ്റീവ്ലി റേഞ്ച് കുറവാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ അതിൻ്റെ ആ ഫീൽഡ് വ്യൂ ഒക്കെ. ഓക്കെ, അപ്പം ആ അവയുടെ ഫോക്കസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും സെയിം ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസും കോൺവെക്സ് മിറേഴ്സും കോൺകേവ് മിറേഴ്സും ഒക്കെ തരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺവെക്സ് മിററിന്. അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ മറക്കണ്ട. താങ്ക് യു.